Good morning friends, welcome to Chakrabani Classes 2.0. 2026 PSC നടത്തിയ മൂന്നാമത്തെ പരീക്ഷയായ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് എക്സാമിന്റെ മലയാളം 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. 2026 PSC പരീക്ഷയുടെ ട്രെൻഡ് നമുക്ക് ഈ 10 ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കാം. അതനുസരിച്ച് നമുക്ക് വരും പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറാകാം. അപ്പോൾ ഇതിന്റെ കാറ്റഗറി നമ്പർ 3/2026 പോസ്റ്റിന്റെ പേര് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. ഇതിലെ 10 മലയാളം ക്വസ്റ്റ്യൻസും അതിന്റെ എക്സ്പ്ലനേഷനുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഓപ്ഷൻസ് നോക്കാം. ചുരുക്കി പറയുക, അവസാനിപ്പിക്കുക, പരസ്യപ്പെടുത്തുക, നിർത്തിപ്പോവുക. ഇതിൽ ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥമായിട്ട് വരുന്ന ഉത്തരം ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥമാണ് അവസാനിപ്പിക്കുക. ധനാശി പാടുക, അവസാനിപ്പിക്കുക. ഓപ്ഷനും കൂടെ നോക്കാം. ഓപ്ഷനിൽ ചുരുക്കി പറയുകയുണ്ട്. ചുരുക്കി പറയുക എന്നർത്ഥം വരുന്ന ശൈലി ഏതാണ്? അതാണ് ശ്ലോകത്തിൽ കഴിക്കുക. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥമാണ് ചുരുക്കി പറയുക. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥമാണ് ചുരുക്കി പറയുക. ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥമാണ് അവസാനിപ്പിക്കുക. ഇനി നമുക്ക് കുറച്ച് ശൈലികളും അവയുടെ അർത്ഥങ്ങളും നോക്കാം. ഒന്നാമത്തേതാണ് കാപ്പ് കെട്ടുക. കാപ്പ് കെട്ടുക. കാപ്പ് കെട്ടുക എന്ന ശൈലിയുടെ അർത്ഥമാണ് ആരംഭിക്കുക. ആരംഭിക്കുക. കാപ്പ് കെട്ടുക എന്ന ശൈലിയുടെ അർത്ഥമാണ് ആരംഭിക്കുക. എന്നാൽ ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥമാണ് അവസാനിപ്പിക്കുക. എന്നാൽ കച്ച കെട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? കച്ച കെട്ടുക. കച്ച കെട്ടുക. അതുപോലെ തന്നെ അരയും തലയും മുറുക്കുക. അരയും തലയും മുറുക്കുക. ഈ രണ്ട് ശൈലിയുടെയും അർത്ഥം വരുന്നത് തയ്യാറാവുക എന്നാണ്. കാപ്പ് കെട്ടുക എന്ന ശൈലിയുടെ അർത്ഥം ആരംഭിക്കുക എന്നാണ്. എന്നാൽ കച്ച കെട്ടുക, അതുപോലെ അരയും തലയും മുറുക്കുക, ഈ രണ്ട് ശൈലികളെ അർത്ഥം തയ്യാറാവുക എന്നാണ്. അടുത്തൊരു ശൈലിയാണ് പന്തം കണ്ട പെരുച്ചാഴി. പന്തം കണ്ട പെരുച്ചാഴി. പന്തം കണ്ട പെരുച്ചാഴി എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അർത്ഥം വരുന്നത് ആകെ പരിഭ്രമിച്ചവൻ. ആകെ പരിഭ്രമിച്ചവൻ. അടുത്തൊരു ശൈലിയാണ് അഞ്ചാം പത്തി. അഞ്ചാം പത്തി. അർത്ഥം എന്താണ്? അഞ്ചാം പത്തി എന്ന ശൈലിയുടെ അർത്ഥമാണ് ഒറ്റുകാരൻ. ഒറ്റുകാരൻ. അടുത്തൊരു ശൈലിയാണ് മർക്കടമുഷ്ടി. മർക്കടമുഷ്ടി. അർത്ഥം വരുന്നത് പിടിവാശി. മർക്കടമുഷ്ടി എന്ന ശൈലിയുടെ അർത്ഥമാണ് പിടിവാശി. മർക്കടം ആരാണ്? മർക്കടം എന്നാൽ കുരങ്ങൻ എന്നാണ് അർത്ഥം. മർക്കടം എന്നാൽ കുരങ്ങൻ എന്നാണ് അർത്ഥം. എന്നാൽ മർക്കടകം ആരാണ്? മർക്കടകം ചിലന്തിയാണ്. മർക്കടം എന്നാൽ കുരങ്ങൻ, എന്നാൽ മർക്കടകം എന്നാൽ ചിലന്തി എന്നാണ് അർത്ഥം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന ശൈലി മർക്കടമുഷ്ടിയാണ്. മർക്കടമുഷ്ടി എന്ന ശൈലിയുടെ അർത്ഥം പിടിവാശി എന്നാണ്. അടുത്തൊരു ശൈലിയാണ് നസ്യം പറയുക. നസ്യം പറയുക. നസ്യം പറയുക എന്ന ശൈലിയുടെ അർത്ഥമാണ് ഫലിതത്തോടുകൂടി പരിഹസിക്കുക. ഫലിതത്തോടുകൂടി പരിഹസിക്കുക. അടുത്ത ഒരു ശൈലിയും കൂടെ നോക്കാം. അടുത്ത ശൈലിയാണ് ഈജിയൻ തൊഴുത്ത്. ഈജിയൻ തൊഴുത്ത്. ശൈലിയുടെ അർത്ഥമാണ് അഴിമതിയുടെ ആധിക്യം.
അഴിമതിയുടെ ആധിക്യം. ഇപ്പൊ നമ്മൾ കുറച്ച് ശൈലികളാണ് പറഞ്ഞത്, ഒന്നും കൂടെ പറയാം. ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥമാണ് അവസാനിപ്പിക്കുക. എന്നാൽ ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥം ചുരുക്കി പറയുക എന്നാണ്. അതുപോലെ കാപ്പ് കെട്ടുക എന്ന ശൈലിയുടെ അർത്ഥം ആരംഭിക്കുക എന്നാണ്. അതുപോലെ കച്ച കെട്ടുക, അതുപോലെ അരയും തലയും മുറുക്കുക എന്നീ ശൈലികളുടെ അർത്ഥമാണ് തയ്യാറാവുക. അടുത്തതാണ് പന്തം കണ്ട പെരുച്ചാഴി, അർത്ഥം ആകെ പരിഭ്രമിച്ചവൻ. അടുത്തതാണ് അഞ്ചാം പത്തി, അർത്ഥം വരുന്നത് ഒറ്റുകാരൻ. മർക്കട മുഷ്ടി പിടിവാശി, മർക്കടം എന്നാൽ കുരങ്ങൻ, എന്നാൽ മർക്കടകം എന്നാൽ ചിലന്തി എന്നാണ് അർത്ഥം. നസ്യം പറയുക എന്ന ശൈലിയുടെ അർത്ഥമാണ് ഫലിതത്തോടുകൂടി പരിഹസിക്കുക. അതുപോലെ ഈജിയൻ തൊഴുത്ത് എന്ന ശൈലിയുടെ അർത്ഥമാണ് അഴിമതിയുടെ ആധിക്യം. അടുത്ത രണ്ടാമത്തെ ചോദ്യം നോക്കാം. സ്വാശ്രയം എന്ന പദത്തിന്റെ വിപരീതം ഏത്? സ്വാശ്രയം എന്ന പദത്തിന്റെ വിപരീത പദം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ ആശ്രയം, രണ്ടാമത്തത് നിരാശ്രയം, മൂന്നാമത്തത് പരാശ്രയം, നാലാമത്തത് പൂർണാശ്രയം. ഇതിലേതാണ് സ്വാശ്രയം എന്നതിന്റെ വിപരീത പദമായിട്ട് വരുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. സ്വാശ്രയം എന്ന പദത്തിന്റെ വിപരീത പദമാണ് പരാശ്രയം. സ്വാശ്രയം വിപരീതം പരാശ്രയം. നമുക്കിനി കുറച്ച് വിപരീത പദങ്ങൾ നോക്കാം. ഒന്നാമത്തേതാണ് കൃതജ്ഞത. കൃതജ്ഞത, കൃതജ്ഞതയുടെ വിപരീതം എന്താണ്? അതാണ് കൃതജ്ഞത. കൃതജ്ഞത, കൃതജ്ഞത വിപരീതം കൃതജ്ഞത. അടുത്തതാണ് അമരം. അമരം, അമരത്തിന്റെ വിപരീതമാണ് അണിയം. അമരം വിപരീതം അണിയം. അമരം എന്നാൽ അർത്ഥം എന്താണ്? തോണിയുടെ പിൻഭാഗമാണ് അമരം. അപ്പം തോണിയുടെ മുൻഭാഗം എന്നർത്ഥം വരുന്ന പദമാണ് അണിയം. ഒന്നുകൂടെ പറയാം. അമരം എന്ന വാക്കിന്റെ അർത്ഥം തോണിയുടെ പിൻഭാഗം. അണിയം എന്ന വാക്കിന്റെ അർത്ഥം തോണിയുടെ മുൻഭാഗം. അമരം എന്ന പദത്തിന്റെ വിപരീത പദമാണ് അണിയം. അടുത്തതാണ് മന്ദം. മന്ദം, മന്ദം എന്ന പദത്തിന് മന്ദം എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? പതുക്കെ എന്ന അർത്ഥം വരുന്ന പദമാണ് മന്ദം. അതിന് നമുക്ക് രണ്ട് വിപരീത പദങ്ങൾ പറയാം. ഒന്ന് ദ്രുതം, ഒന്ന് ദ്രുതം. അടുത്തതാണ് ശീഘ്രം. ശീഘ്രം. അപ്പം മന്ദം എന്ന പദത്തിന്റെ വിപരീത പദങ്ങളാണ് ദ്രുതം അല്ലെങ്കിൽ ശീഘ്രം. അടുത്തതാണ് സ്ഥാവരം. അടുത്തതാണ് ജംഗമം. ജംഗമം, അതിന്റെ വിപരീത പദം എന്താണ്? ജംഗമത്തിന്റെ വിപരീത പദമാണ് സ്ഥാവരം. സ്ഥാവരം. ജംഗമം എന്ന വാക്കിന്റെ അർത്ഥം ചലിക്കുന്നത് എന്നാണ്. ചലിക്കുന്നത്. ചലിക്കുന്നത് എന്നർത്ഥം വരുന്ന പദമാണ് ജംഗമം. എന്നാൽ ചലിക്കാത്തത് അല്ലെങ്കിൽ നിശ്ചലമായത് എന്നർത്ഥം വരുന്ന പദമാണ് സ്ഥാവരം. അടുത്ത ഒരെണ്ണമാണ് ജാഗരം. ജാഗരം. ജാഗരം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉണർന്നിരിക്കുന്ന അവസ്ഥ, അതാണ് ജാഗരം. അപ്പോ അതിന്റെ വിപരീത പദം എന്താണ്? അതാണ് സുഷുപ്തി. സുഷുപ്തി. ഒരെണ്ണവും കൂടെ പറയാം. സൃഷ്ടി. സൃഷ്ടി. അതിന്റെ വിപരീതമാണ് സംഹാരം. സംഹാരം. അപ്പൊ നമ്മൾ കുറച്ച് വിപരീത പദങ്ങളാണ് നോക്കിയത്. സ്വാശ്രയം എന്ന പദത്തിന്റെ വിപരീത പദമാണ് പരാശ്രയം. കൃതജ്ഞത എന്നതിന്റെ വിപരീതമാണ് കൃതജ്ഞത. അമരം വിപരീതം അണിയം. അമരം എന്നാൽ തോണിയുടെ പിൻഭാഗം, അണിയം എന്നാൽ തോണിയുടെ മുൻഭാഗം. മന്ദം എന്നതിന്റെ വിപരീതമാണ് ദ്രുതം അല്ലെങ്കിൽ ശീഘ്രം. ജംഗമം, അർത്ഥം വരുന്നത് ചലിക്കുന്നത് എന്നർത്ഥം വരുന്ന പദമാണ് ജംഗമം. അപ്പം നിശ്ചലമായത് അല്ലെങ്കിൽ ചലിക്കാത്തത് എന്നർത്ഥം വരുന്ന പദമാണ് സ്ഥാവരം. അടുത്തതാണ് ജാഗരം. ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് ജാഗരം. വിപരീതം സുഷുപ്തി. അടുത്തതാണ് സൃഷ്ടി. വിപരീതം സംഹാരം. അപ്പൊ നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ പറഞ്ഞത്. ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം അവസാനിപ്പിക്കുക എന്നാണ്. അതുപോലെ സ്വാശ്രയം എന്ന പദത്തിന്റെ വിപരീത പദമാണ് പരാശ്രയം. മൂന്നാമത്തെ ചോദ്യം നോക്കാം. ആഗ്നേയം എന്ന പദത്തെ വിപുലീകരിക്കുക. ആഗ്നേയം എന്ന പദത്തെ വിപുലീകരിക്കുമ്പോൾ കിട്ടുന്നത് എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഒന്നാമത്തത് അഗ്നിയാലുള്ളത്, രണ്ടാമത്തത് അഗ്നിയെ സംബന്ധിച്ചത്,
മൂന്നാമത്തത് അഗ്നി കൊണ്ടുള്ളത്, നാലാമത്തത് അഗ്നി കൊണ്ടുണ്ടാക്കിയത്. ഇതിൽ ഏതിന്റെ ഒറ്റ പദമാണ് ആഗ്നേയം എന്ന് വരുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. അഗ്നിയെ സംബന്ധിച്ചത്, അതിന്റെ ഒറ്റപ്പദമാണ് ആഗ്നേയം. അല്ലെങ്കിൽ ആഗ്നേയം എന്ന പദത്തെ വിപുലീകരിക്കുമ്പോൾ കിട്ടുന്നത് എന്താണ്? അഗ്നിയെ സംബന്ധിച്ചത്. അഗ്നിയെ സംബന്ധിച്ചതാണ് ആഗ്നേയം. നമുക്ക് കുറച്ച് ഒറ്റപ്പദങ്ങൾ നോക്കാം. ഒന്നാമത്തതാണ് ഇന്ദ്രിയത്തെ സംബന്ധിച്ചത്. ഇന്ദ്രിയത്തെ സംബന്ധിച്ചത്. ഒറ്റപ്പദം എന്താണ്? ഇന്ദ്രിയത്തെ സംബന്ധിച്ചത്. ഒറ്റപ്പദമാണ് ഐന്ദ്രിയം. ഇന്ദ്രിയത്തെ സംബന്ധിച്ചത് ഒറ്റപ്പദം ഐന്ദ്രിയം. അടുത്തതാണ് വിഹായസിൽ ഗമിക്കുന്നത്. വിഹായസിൽ ഗമിക്കുന്നത്. ഒറ്റപ്പദം എന്താണ്? വിഹായസിൽ ഗമിക്കുന്നത്. വിഹായസിന്റെ അർത്ഥം എന്താണ്? ആകാശം എന്നാണ് വിഹായസിന്റെ അർത്ഥം. അപ്പം വിഹായസിൽ ഗമിക്കുന്നത് ഒറ്റപ്പദം വിഹഗം. വിഹഗം. വിഹഗം എന്നാൽ പക്ഷി എന്നാണ് അർത്ഥം. വിഹഗം എന്നാൽ പക്ഷി എന്നാണ് അർത്ഥം. അപ്പോൾ വിഹായസിൽ ഗമിക്കുന്നത് എന്നതിന്റെ ഒറ്റ പദമാണ് വിഹഗം. അടുത്തതാണ് ആകാശത്ത് സഞ്ചരിക്കുന്നവൻ. ആകാശത്ത് സഞ്ചരിക്കുന്നവൻ. ഒറ്റപ്പദം എന്താണ്? ആകാശത്ത് സഞ്ചരിക്കുന്നവൻ എന്നതിന്റെ ഒറ്റ പദമാണ് ഗഗനചാരി. ഗഗനചാരി. ആകാശത്ത് സഞ്ചരിക്കുന്നവൻ ഒറ്റപ്പദം ഗഗനചാരി. അടുത്തതാണ് തിരിച്ചറിയാനുള്ള അടയാളം. തിരിച്ചറിയാനുള്ള അടയാളം. ഒറ്റപ്പദം എന്താണ്? തിരിച്ചറിയാനുള്ള അടയാളം എന്നതിന്റെ ഒറ്റപ്പദമാണ് പ്രത്യഭിജ്ഞാനം. പ്രത്യഭിജ്ഞാനം. തിരിച്ചറിയാനുള്ള അടയാളം ഒറ്റപ്പദം പ്രത്യഭിജ്ഞാനം. അടുത്ത ഒരെണ്ണമാണ് എത്തിച്ചേരാൻ സാധിക്കാത്തത്. എത്തിച്ചേരാൻ സാധിക്കാത്തത്. ഒറ്റപ്പദം എന്താണ്? എത്തിച്ചേരാൻ സാധിക്കാത്തത്. ഒറ്റപ്പദം അപ്രാപ്യം. അപ്രാപ്യം. എത്തിച്ചേരാൻ സാധിക്കാത്തത് ഒറ്റപ്പദം അപ്രാപ്യം. അടുത്ത ഒരെണ്ണമാണ് സ്മരണയെ നിലനിർത്തുന്നത്. സ്മരണയെ നിലനിർത്തുന്നത്. സ്മരണയെ നിലനിർത്തുന്നതാണ് ഒറ്റപ്പദം സ്മാരകം. സ്മാരകം. സ്മരണയെ നിലനിർത്തുന്നത് ഒറ്റപ്പദം സ്മാരകം. അടുത്ത ഒരെണ്ണമാണ് സന്ദർഭാനുസരണം പ്രവർത്തിക്കാനുള്ള ബുദ്ധി. സന്ദർഭാനുസരണം പ്രവർത്തിക്കാനുള്ള ബുദ്ധി. സന്ദർഭാനുസരണം പ്രവർത്തിക്കാനുള്ള ബുദ്ധി. അതിന്റെ ഒറ്റപ്പദമാണ് പ്രത്യുൽപ്പന്നമതിത്വം. പ്രത്യുൽപ്പന്നമതിത്വം. സന്ദർഭാനുസരണം പ്രവർത്തിക്കാനുള്ള ബുദ്ധി എന്നതിന്റെ ഒറ്റപ്പദമാണ് പ്രത്യുൽപ്പന്നമതിത്വം. അപ്പോൾ നമ്മൾ കുറച്ച് ഒറ്റ പദങ്ങളാണ് പറഞ്ഞത്. ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് ആഗ്നേയം എന്ന പദത്തെ വിപുലീകരിക്കുമ്പോൾ കിട്ടുന്നത് എന്തെന്നാണ്, അഥവാ അഗ്നിയെ സംബന്ധിച്ചത് എന്നതിന്റെ ഒറ്റ പദമാണ് ആഗ്നേയം. ആഗ്നേയം എന്ന പദത്തെ വിപുലീകരിക്കുമ്പോൾ കിട്ടുന്നത് അഗ്നിയെ സംബന്ധിച്ചത് എന്നാണ്. എന്നാൽ ഇന്ദ്രിയത്തെ സംബന്ധിച്ചത് എന്നതിന്റെ ഒറ്റ പദമാണ് ഐന്ദ്രിയം. ഇന്ദ്രിയത്തെ സംബന്ധിച്ചത് ഒറ്റപ്പദം ഐന്ദ്രിയം. വിഹായസിൽ ഗമിക്കുന്നത് ഒറ്റപ്പദം വിഹഗം. വിഹായസ് എന്നാൽ ആകാശം എന്നാണ് അർത്ഥം. ആകാശത്ത് ഗമിക്കുന്നത് ഒറ്റപ്പദം വിഹഗം. വിഹഗം എന്നാൽ പക്ഷി എന്നാണ് അർത്ഥം. അടുത്തത് ആകാശത്ത് സഞ്ചരിക്കുന്നവൻ. ഒറ്റപ്പദമാണ് ഗഗനചാരി. തിരിച്ചറിയാനുള്ള അടയാളം എന്നതിന്റെ ഒറ്റപ്പദമാണ് പ്രത്യഭിജ്ഞാനം. പ്രത്യഭിജ്ഞാനം.
അടുത്തത് എത്തിച്ചേരാൻ സാധിക്കാത്തത് എന്നതിൻ്റെ ഒറ്റ പദമാണ് അപ്രാപ്യം, അതായത് പ്രാപ്യമല്ലാത്തത്, അപ്രാപ്യം. അടുത്തതാണ് സ്മരണയെ നിലനിർത്തുന്നത്, ഒറ്റ പദമാണ് സ്മാരകം. സന്ദർഭാനുസരണം പ്രവർത്തിക്കാനുള്ള ബുദ്ധി എന്നതിൻ്റെ ഒറ്റ പദമാണ് പ്രത്യുൽപന്നമതിത്വം, പ്രത്യുൽപന്നമതിത്വം. നാലാമത്തെ ചോദ്യം നോക്കാം. നാലാമത്തെ ചോദ്യം, വിണ്ടലം എന്ന പദം പിരിച്ചെഴുതുക. ഇതിലേതാണ് വിണ്ടലം എന്ന പദത്തെ ശരിയായിട്ട് പിരിച്ചെഴുതിയിട്ടുള്ളത് എന്നാണ് നോക്കേണ്ടത്. ഓപ്ഷൻസ് നോക്കാം. വിണ്ണ് അധികം തലം, വിൺ അധികം തലം, വിണ്ണ് അധികം അതലം, വിണ്ട് അധികം തലം. ഇതിലേതാണ് ശരിയായിട്ട് വിണ്ടലം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ കിട്ടുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. വിൺ അധികം തലമാണ് വിണ്ടലം. ഇങ്ങോട്ട് എഴുതാം. വിൺ അധികം തലം ചേർത്തെഴുതുമ്പോഴാണ് വിണ്ടലം എന്ന് കിട്ടുന്നത്. വിണ്ടലം. ഇവിടെ വരുന്ന സന്ധി ഏതാണ്? സന്ധി ഏതാണെന്ന് അറിയണമെങ്കിൽ ഇവിടെ ഉണ്ടായ മാറ്റം എന്താണെന്ന് അറിയണം. അപ്പൊ ഇവിടെ എന്ത് മാറ്റമാണ് വന്നത്? വിൺ അധികം തലം ചേർത്തെഴുതിയപ്പോൾ വിണ്ടലം. ഈ ഇണ്ട എന്ന് പറയുന്ന അക്ഷരം ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ്? ഇൻ അധികം ട, ഇൻ അധികം ട ചേരുമ്പോഴാണ് ഇണ്ടായായിട്ട് മാറുന്നത്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന അക്ഷരം ഇണ്ടായാണ്. ഇണ്ട എന്ന അക്ഷരം കിട്ടുന്നത് ഇൻ അധികം ടായാണ് ഇണ്ട. ഇതില് പദത്തെ പിരിച്ചെഴുതിയതിൽ ഈ ഇന്നെന്ന അക്ഷരം ഉണ്ടല്ലോ, ഇണ്ടെന്ന അക്ഷരം ഇവിടെയും ഉണ്ട്. എന്നാൽ ഡ എന്ന അക്ഷരം ഇവിടെ ഉണ്ടോ? ഇല്ല. പകരം ഇവിടെ തായാണ്. ഈ ത ഇപ്പുറത്ത് വന്നപ്പോൾ ഇവിടെ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പം ഇവിടെ ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത് ത എന്ന വർണ്ണം പോയി, പകരം ഡ എന്ന വർണ്ണം വന്നു. അപ്പോൾ ഒരക്ഷരം പോയി അല്ലെങ്കിൽ ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വന്നു ചേരുന്ന തരത്തിലുള്ള സന്ധികളെ പറയുന്ന പേരാണ് ആദേശസന്ധി. അപ്പോൾ ഇവിടെ ഉണ്ടായ മാറ്റം ത എന്ന വർണ്ണം പോയി, പകരം ഡ എന്ന വർണ്ണം വന്നു ചേർന്നു. അപ്പം ഒരക്ഷരം പോയി മറ്റൊരക്ഷരം വന്നു ചേരുന്നതിനെ പറയുന്ന പേരാണ് ആദേശസന്ധി. ആദേശസന്ധി. അപ്പം വിൺ അധികം തലം ചേർത്തെഴുതുമ്പോൾ വിണ്ടലമാണ്. ഡ എന്ന വർണ്ണമാണ് വന്നു ചേർന്നത്, ത എന്ന വർണ്ണം പോയി. അപ്പം ഒന്ന് പോയി മറ്റൊരു വർണ്ണം വന്നതുകൊണ്ട് തന്നെ ഇത് ആദേശസന്ധിക്ക് ഉദാഹരണമാണ്. അത് ഓർത്തിരിക്കുക. ഇനി നമുക്ക് കുറച്ച് സന്ധികൾ തന്നെ നോക്കാം. ഒന്നാമത്തേതാണ് മടിശീല. മടിശീല. മടിശീല എന്ന പദത്തെ നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാം? മടി അധികം ശീല. മടി അധികം ശീല. മടി അധികം ശീലയാണ് മടിശീല. ഈ മടി അധികം ശീല എന്ന പദം പിരിച്ചെഴുതി അതിനെ ചേർത്തെഴുതിയപ്പോൾ മടിശീല എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പം ഇവിടെ വന്നപ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടായതെന്ന് നോക്കിയാൽ മതി. അപ്പം ഇവിടെ വന്നപ്പോൾ എന്ത് മാറ്റമാണ് വന്നത്? ഈ ശ എന്ന വർണ്ണം ഇപ്പുറത്ത് വന്നപ്പോൾ ഇരട്ടിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത് ദ്വിത്വസന്ധിക്ക് ഉദാഹരണമാണ്. ദ്വിത്വസന്ധി. അപ്പം മടി അധികം ശീല ചേർത്തെഴുതുമ്പോൾ മടിശീല. അത് ശ എന്ന വർണ്ണം ഇപ്പുറത്ത് വന്നപ്പോൾ ഇരട്ടിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത് ദ്വിത്വസന്ധിക്ക് ഉദാഹരണമാണ്. ഒരു വർണ്ണം ഇരട്ടിക്കുമ്പോഴാണ് ദ്വിത്വസന്ധി ഉണ്ടാകുന്നത്. ദ്വിത്വസന്ധിക്ക് മറ്റൊരു ഉദാഹരണം പറയാം. ഒന്നാണ് ഇറങ്ങി അധികം പോയി. ഇറങ്ങി അധികം പോയി. ഇത് ചേർത്തെഴുതുമ്പോൾ എങ്ങനെ കിട്ടും? ഇറങ്ങി അധികം പോയി സമം ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയി. ഇറങ്ങി അധികം പോയി സമം ഇറങ്ങിപ്പോയി. ഇവിടെയും പ എന്ന വർണ്ണം ഇപ്പുറത്ത് വന്നപ്പോൾ ഇരട്ടിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇതും ദ്വിത്വസന്ധിക്ക് ഉദാഹരണമാണ്. അപ്പം ദ്വിത്വസന്ധിക്ക് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞു. മടി അധികം ശീല, മടിശീല ദ്വിത്വസന്ധിക്ക് ഉദാഹരണമാണ്. ഇറങ്ങി അധികം പോയി സമം ഇറങ്ങിപ്പോയി, അതും ദ്വിത്വസന്ധിക്ക് ഉദാഹരണമാണ്. അടുത്തതാണ് തണുപ്പ് അധികം ഉണ്ട്. തണുപ്പ് അധികം ഉണ്ട്. ചേർത്തെഴുതുമ്പോൾ എങ്ങനെ വരും? തണുപ്പ് അധികം ഉണ്ട് ചേർത്തെഴുതുമ്പോൾ തണുപ്പുണ്ട്. തണുപ്പ് അധികം ഉണ്ട് ചേർത്തെഴുതുമ്പോൾ തണുപ്പുണ്ട്. ഇത് ഏത് സന്ധിയാണെന്ന് മനസ്സിലാക്കാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മളിവിടെ എന്ത് മാറ്റമാണ് ഉണ്ടായതെന്ന് നോക്കണം. ഇപ്പുറത്തുള്ള എല്ലാ അക്ഷരങ്ങളും അപ്പുറത്തുണ്ടോ എന്ന് നോക്കാം. തണുപ്പ്, ഇതിൽ തണുപ്പ്
അധികം ഉണ്ട് ചേർത്ത് എഴുതിയപ്പോൾ തണുപ്പുണ്ട് എന്നാണ് വന്നത്. ഇതിൽ ഉ എന്ന അക്ഷരം ഇപ്പുറത്തുണ്ടോ? അത് ഉണ്ട്. ഈ ഉ എന്ന അക്ഷരമാണ് ഇവിടെ ഈ ചുനുപ്പായിട്ട് കിടക്കുന്നത്. ഉ എന്ന അക്ഷരമാണ്. തണുപ്പുണ്ട് അങ്ങനെ പറയുമ്പോൾ തന്നെ ഉ എന്ന അക്ഷരം നമ്മൾ ഉച്ചരിക്കുന്നുണ്ട്. എന്നാൽ ഈ ചന്ദ്രകലയെ പറയുന്ന പേരാണ് സംവൃതോകാരം. എന്താണ്? സംവൃതോകാരം. സംവൃതോകാരം. ഈ സംവൃതോകാരം അപ്പുറത്തുണ്ടോന്നൊന്ന് നോക്കിക്കേ. ആ സംവൃതോകാരം അപ്പുറത്ത് ഇല്ല. ഈ സംവൃതോകാരം ഇവിടുത്തതാണ്. എന്നാൽ ഇവിടെയുള്ള സംവൃതോകാരം ഇപ്പുറത്ത് വന്നപ്പോൾ ഉണ്ടോ? ഇല്ല. അതെന്ത് ചെയ്തു? ലോപിച്ചു പോയി. ഈ സംവൃതോകാരം സമത്തിനപ്പുറം വന്നപ്പോഴത്തേക്ക് ലോപിച്ചു പോയി. അപ്പോൾ അത് ഏത് സന്ധിക്ക് ഉദാഹരണമാണ്? അതാണ് ലോപസന്ധി. ലോപസന്ധി. അപ്പോൾ പിരിച്ചെഴുതുമ്പോൾ അല്ലെങ്കിൽ ചേർത്ത് എഴുതുന്ന സമയത്ത്, പിരിച്ചെഴുതുമ്പോഴല്ല ചേർത്ത് എഴുതുന്ന സമയത്ത് ഒരു വർണ്ണം ലോപിച്ചു പോകുന്ന തരം സന്ധികളെ പറയുന്ന പേരാണ് ലോപസന്ധി എന്ന് പറയുന്നത്. തണുപ്പ് അധികം ഉണ്ട് ചേർത്ത് എഴുതുമ്പോൾ തണുപ്പുണ്ട്. ഇവിടെ ഉണ്ടായ മാറ്റം സംവൃതോകാരം അപ്പുറത്ത് വന്നപ്പോൾ ലോപിച്ചു പോയി. അതുകൊണ്ട് തന്നെ ഇത് ലോപസന്ധിക്ക് ഉദാഹരണമാണ്. അടുത്ത ഒരെണ്ണം നോക്കാം. തിരു അധികം ഓണം. തിരു അധികം ഓണം ചേർത്ത് എഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? തിരു അധികം ഓണം ചേർത്ത് എഴുതുമ്പോൾ തിരുവോണം. തിരുവോണം. തിരു അധികം ഓണം ചേർത്ത് എഴുതുമ്പോൾ തിരുവോണം. ഇത് ഏത് സന്ധിക്ക് ഉദാഹരണമാണ്? ഇത് ആഗമസന്ധിക്ക് ഉദാഹരണമാണ്. ആഗമസന്ധി. അഗമസന്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? പുതുതായിട്ടൊരു വർണ്ണം വന്നു ചേരും. ഒന്നും പോവത്തൊന്നുമില്ല. പുതുതായിട്ടൊരു അക്ഷരം എന്ത് ചെയ്യും? വന്നു ചേരുന്ന തരത്തിലുള്ള സന്ധികളെയാണ് ആഗമസന്ധി എന്ന് പറയുന്നത്. അപ്പം സന്ധി വരുന്നത് ആഗമസന്ധിയാണോ എന്ന് മനസ്സിലാക്കാൻ ഒരു എളുപ്പവഴി പറയാം. ഈ തിരുവോണം എന്ന പദത്തെ പിരിച്ചെഴുതുമ്പോൾ കിട്ടുന്നത് തിരു അധികം ഓണം എന്നാണല്ലോ. അപ്പം പിരിച്ചെഴുതുന്ന സമയത്ത് രണ്ടാം പദം തുടങ്ങുന്നത്, ആദ്യ പദമല്ല, രണ്ടാം പദം തുടങ്ങുന്നത് സ്വരാക്ഷരത്തിൽ ആണെങ്കിൽ ഒന്നുകിൽ യാ അല്ലെങ്കിൽ വ, ഇതിൽ ഏതെങ്കിലും ഒരു അക്ഷരം ആഗമിക്കും എന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. അപ്പം തിരു അധികം ഓണം എന്ന് എഴുതിയില്ല. രണ്ടാമത്തെ പദം തുടങ്ങുന്നത് ഓ, അതായത് ഓ എന്ന് പറയുന്നത് സ്വരാക്ഷരമാണല്ലോ. അപ്പം അതിനെ ചേർത്ത് എഴുതുമ്പോൾ ഒന്നുകിൽ വ എന്ന അക്ഷരമോ അല്ലെങ്കിൽ യാ എന്ന അക്ഷരമോ അവിടെ ആഗമിക്കും. തിരു അധികം ഓണം ചേർത്ത് എഴുതിയപ്പോൾ തിരുവോണം എന്നാണ് വന്നത്. അപ്പം ഇവിടെ ആഗമിച്ച അക്ഷരം ഏതാണ്? വ എന്ന അക്ഷരമാണ് ഇവിടെ ആഗമിച്ചത്. എന്നാൽ മറ്റൊരു എക്സാമ്പിൾ എഴുതാം. പുളി അധികം അരി. പുളി അധികം അരി. ഇതിലും രണ്ടാമത്തെ അക്ഷരം അല്ലെങ്കിൽ രണ്ടാമത്തെ വാക്ക് തുടങ്ങിയിരിക്കുന്നത് സ്വരാക്ഷരത്തിലാണല്ലോ. പുളി അധികം അരി ചേർത്ത് എഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? പുളിയരി എന്നാണ് വരുന്നത്. പുളിയരി. അപ്പൊ ഇവിടെ പിരിച്ചെഴുതിയപ്പോൾ രണ്ടാം പദം തുടങ്ങുന്നത് സ്വരാക്ഷരത്തിലാണ്. അതുകൊണ്ട് തന്നെ യാ അല്ലെങ്കിൽ വ, ഇതിൽ ഏതെങ്കിലും ഒരു അക്ഷരം ആഗമിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ ആഗമിച്ച അക്ഷരം യായാണ്. അപ്പം ഇതും ആഗമസന്ധിക്ക് ഉദാഹരണമാണ്. ആഗമസന്ധി. അപ്പം നമ്മൾ എത്ര സന്ധികളാണ് പറഞ്ഞത്? ആദേശസന്ധി പറഞ്ഞു, അതുപോലെ ലോപസന്ധി, ആഗമസന്ധിയും പറഞ്ഞു. അപ്പം 4 ചോദ്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അവസാനിപ്പിക്കുക. അതുപോലെ സ്വാശ്രയം എന്ന പദത്തിന്റെ വിപരീത പദമാണ് പരാശ്രയം. അഗ്നിയെ സംബന്ധിച്ചത് എന്നതിന്റെ ഒറ്റ പദമാണ് ആഗ്നേയം. അതുപോലെ വിണ്ടലം എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? വിൺ അധികം തലമാണ് വിണ്ടലം. അത് ആദേശസന്ധിക്ക് ഉദാഹരണമാണ്. അടുത്തത് 5ാമത്തെ ചോദ്യം നോക്കാം. ഒറ്റ പദം എഴുതുക. മകളുടെ മകൻ. മകളുടെ മകൻ എന്നതിന്റെ ഒറ്റ പദം എന്തെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഭാഗിനേയൻ, ദൗഹിത്രൻ, പൗത്രൻ, ജാമാതാവ്. ഇതിൽ ഏതാണ് മകളുടെ മകൻ എന്നതിന്റെ ഒറ്റ പദമായിട്ട് വരുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. മകളുടെ മകൻ എന്നതിന്റെ ഒറ്റ പദമാണ് ദൗഹിത്രൻ. മകളുടെ മകൻ എന്നതിന്റെ ഒറ്റ പദമാണ് ദൗഹിത്രൻ. നമുക്കിനി കുറച്ച് ഒറ്റ പദങ്ങൾ നോക്കാം. ഒന്നാമത്തേതാണ് ഭാര്യയുടെ പിതാവ്. ഭാര്യയുടെ പിതാവ്. ഒറ്റ പദം എന്താണ്? ഭാര്യയുടെ പിതാവ് എന്നതിന്റെ ഒറ്റ പദമാണ് ശ്വശൂരൻ. ശ്വശൂരൻ. ഭാര്യയുടെ പിതാവ് ഒറ്റ പദം ശ്വശൂരൻ. അടുത്തതാണ് ഭാര്യയുടെ മാതാവ്. ഭാര്യയുടെ മാതാവ്
ഒറ്റപ്പദമാണ് ശ്വശ്രു. ശ്വശ്രു. അപ്പം ഭാര്യയുടെ പിതാവ് എന്നതിന്റെ ഒറ്റപ്പദമാണ് ശ്വശൂരൻ. ഭാര്യയുടെ മാതാവ് എന്നതിന്റെ ഒറ്റപ്പദമാണ് ശ്വശ്രു. അടുത്തതാണ് സഹോദരിയുടെ പുത്രൻ. സഹോദരിയുടെ പുത്രൻ ഒറ്റപ്പദമാണ് ഭാഗിനേയൻ. സഹോദരിയുടെ പുത്രൻ എന്നതിന്റെ ഒറ്റപ്പദമാണ് ഭാഗിനേയൻ. ഭാഗിനേയൻ അതാണ് ഓപ്ഷനിൽ ഒന്നാമത്തെ ഓപ്ഷനായിട്ട് കൊടുത്തിരുന്നത്. എന്താണ്? ഭാഗിനേയനാണ്. അപ്പൊ ഭാഗിനേയൻ എന്ന് പറഞ്ഞാൽ ആരാണ്? സഹോദരിയുടെ പുത്രനാണ് ഭാഗിനേയൻ. അടുത്തത് സഹോദരിയുടെ പുത്രി. സഹോദരിയുടെ പുത്രി എന്നതിന്റെ ഒറ്റപ്പദം എന്താണ്? സഹോദരിയുടെ പുത്രൻ ഭാഗിനേയൻ. അപ്പോൾ സഹോദരിയുടെ പുത്രി എന്നതിന്റെ ഒറ്റപ്പദം ഭാഗിനേയി. ഭാഗിനേയി. അടുത്തതാണ് മകളുടെ ഭർത്താവ്. മകളുടെ ഭർത്താവ് ഒറ്റപ്പദം എന്താണ്? മകളുടെ ഭർത്താവ് എന്നതിന്റെ ഒറ്റപ്പദമാണ് ജാമാതാവ്. ജാമാതാവ്. മകളുടെ ഭർത്താവ് എന്നതിന്റെ ഒറ്റപ്പദമാണ് ജാമാതാവ്. അത് ഓപ്ഷനിലുണ്ട്. അപ്പം ജാമാതാവ് ആരാണ്? മകളുടെ ഭർത്താവാണ് ജാമാതാവ്. എന്നാൽ മകന്റെ ഭാര്യ. മകന്റെ ഭാര്യ. മകന്റെ ഭാര്യയുടെ ഒറ്റപ്പദമാണ് സ്നുഷ. മകന്റെ ഭാര്യ സ്നുഷ. അടുത്തതാണ് സഹോദരിയുടെ ഭർത്താവ്. സഹോദരിയുടെ ഭർത്താവ് ഒറ്റപ്പദം എന്താണ്? സഹോദരി ഭർത്താവ് ഒറ്റപ്പദമാണ് സ്യാലൻ. സ്യാലൻ. എന്നാൽ സഹോദരന്റെ ഭാര്യ. സഹോദരന്റെ ഭാര്യ എന്നതിന്റെ ഒറ്റപ്പദമാണ് നനന്ദ. നനന്ദ. സഹോദരന്റെ ഭാര്യ എന്നതിന്റെ ഒറ്റപ്പദമാണ് നനന്ദ. അപ്പൊ നമ്മൾ കുറച്ച് ഒറ്റപ്പദങ്ങളാണ് പറഞ്ഞത്. നോക്കാം. മകളുടെ മകൻ എന്നതിന്റെ ഒറ്റപ്പദമാണ് ദൗഹിത്രൻ. എന്നാൽ മകളുടെ മകൾ എന്നതിന്റെ ഒറ്റപ്പദം എന്താണ്? മകളുടെ മകൾ. മകളുടെ മകൾ. മകളുടെ മകനാകുമ്പോൾ ദൗഹിത്രൻ. അപ്പൊ മകളുടെ മകളാണ് ദൗഹിത്രി. ദൗഹിത്രി. മകളുടെ മകൾ ഒറ്റപ്പദം ദൗഹിത്രി. അടുത്തതാണ് ഭാര്യയുടെ പിതാവ്. ഒറ്റപ്പദമാണ് ശ്വശൂരൻ. ഭാര്യയുടെ മാതാവ് ഒറ്റപ്പദം ശ്വശ്രു. സഹോദരിയുടെ പുത്രനാണ് ഭാഗിനേയൻ. സഹോദരിയുടെ പുത്രിയാണ് ഭാഗിനേയി. അടുത്തതാണ് മകളുടെ ഭർത്താവ്. ഒറ്റപ്പദമാണ് ജാമാതാവ്. മകന്റെ ഭാര്യ ഒറ്റപ്പദം സ്നുഷ. സഹോദരിയുടെ ഭർത്താവാണ് സ്യാലൻ. എന്നാൽ സഹോദരന്റെ ഭാര്യ എന്നതിന്റെ ഒറ്റപ്പദമാണ് നനന്ദ. ഓപ്ഷനിലുള്ള ഒരെണ്ണമാണ് പൗത്രൻ. പൗത്രൻ ആരാണ്? പുത്രന്റെ പുത്രനാണ് പൗത്രൻ. പുത്രന്റെ പുത്രൻ. പുത്രന്റെ പുത്രൻ എന്നതിന്റെ ഒറ്റപ്പദമാണ് പൗത്രൻ. അടുത്തത് ആറാമത്തെ ചോദ്യം നോക്കാം. ആറാമത്തെ ചോദ്യം പദശുദ്ധിയിലെ ചോദ്യമാണ്. തന്നിരുന്ന വാക്ക് അനാച്ഛാദനം എന്നാണ്. ഇതിൽ ഏതാണ് അനാച്ഛാദനം എന്ന് കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നത്? അനാച്ഛാദനം എന്ന വാക്ക് എങ്ങനെ ശരിയാക്കി എഴുതാം? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. അനാച്ഛാദനം. അനാച്ഛാദനം എന്ന് ശരിയായിട്ട് ഇങ്ങനെയാണ് എഴുതേണ്ടത്. അനാച്ഛാദനം. അപ്പോൾ നമുക്കിനി കുറച്ച് പദശുദ്ധി വാക്കുകൾ നോക്കാം. എന്നോടൊപ്പം നിങ്ങളും എഴുതണം. ഞാൻ ശരിയായിട്ടുള്ള രൂപം ബോർഡിൽ എഴുതും. അപ്പോൾ ശരിയാണെങ്കിൽ ടിക്ക് ചെയ്യണം കേട്ടോ. ഒന്നാമത്തെ വാക്കാണ് ലാഞ്ചന. ലാഞ്ചന എന്ന വാക്ക് എല്ലാവരും എഴുതണേ. ഞാൻ എഴുതാം ബോർഡിൽ. ഒന്നാമത്തെ വാക്ക് ലാഞ്ചന. ലാഞ്ചന. ലാഞ്ചന എന്ന് ഇങ്ങനെയാണ് ശരിയാക്കി എഴുതേണ്ടത്. അടുത്ത വാക്കാണ് അഭിവാഞ്ച. അഭിവാഞ്ച. എങ്ങനെയാണ് അഭിവാഞ്ച എന്ന് എഴുതേണ്ടത്? അഭിവാഞ്ച. ഈ ലാഞ്ചന എന്ന പദവും അഭിവാഞ്ച എന്ന പദവും ഒന്നിച്ചു പഠിച്ചാൽ മതി. ഏകദേശം ഒരുപോലെ വരുന്നതാണ്. ലാഞ്ചന അതുപോലെ അഭിവാഞ്ച. അടുത്തൊരു പദമാണ് കുടിശ്ശിക. കുടിശ്ശിക. എങ്ങനെ എഴുതാം കുടിശ്ശിക എന്ന പദം?
കുടിശിക എന്നാണ്, ഇങ്ങനാണ് എഴുതേണ്ടത്. 2 ഷ വേണം. അതുപോലെ കായാണ് വരേണ്ടത്. കുടിശിക. അടുത്ത വാക്കാണ് ചടുതി. എല്ലാവരും എഴുതിയോ? ഞാൻ എഴുതാം. ചടുതി. ചടുതി. ചടുതി എന്ന് ഇങ്ങനാണ് എഴുതേണ്ടത്. ചടുതി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പെട്ടെന്ന് എന്നാണ് ചടുതി എന്ന വാക്കിന്റെ അർത്ഥം. പെട്ടെന്ന്. ചടുതി എന്നാൽ പെട്ടെന്ന്. ചടുതി എന്ന് ഇങ്ങനാണ് എഴുതേണ്ടത്. അടുത്തൊരു വാക്കാണ് വിഡ്ഢിത്തം. അടുത്ത വാക്കാണ് വിഡ്ഢിത്തം. എഴുതാം. വിഡ്ഢിത്തം എന്ന് ഇങ്ങനാണ് എഴുതേണ്ടത്. വാക്ക് വിഡ്ഢിത്തം. അടുത്ത വാക്കാണ് അഷ്ടമുഷ്ടി. എഴുതണം. വാക്ക് അഷ്ടമുഷ്ടി. എങ്ങനെയാണ് അഷ്ടമുഷ്ടി എന്ന് എഴുതേണ്ടത്? അഷ്ടമുഷ്ടി. ഇത് PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അഷ്ടമുഷ്ടി എന്ന പദം എങ്ങനെയാണ് ശരിയാക്കി എഴുതേണ്ടത്? ഉത്തരം അഷ്ടമുഷ്ടി. രണ്ടിടത്തും എസ് ഡായാണ് വരേണ്ടത്. അഷ്ടമുഷ്ടി. അടുത്തൊരു വാക്കാണ് ആർഭാടം. എഴുതണം. വാക്ക് ആർഭാടം. എഴുതാം. ആർഭാടം. ആർഭാടം എന്ന് ഇങ്ങനാണ് എഴുതേണ്ടത്. ഒരു വാക്കും കൂടെ, ആഡംബരം. എഴുതണം. ആഡംബരം. എങ്ങനെയാണ് ആഡംബരം എന്ന് എഴുതേണ്ടത്? ആഡംബരം. ഇങ്ങനാണ് എഴുതേണ്ടത്. ആഡംബരം. അടുത്ത വാക്കാണ് ഹരിചന്ദ്രൻ. എഴുതണം. വാക്ക് ഹരിചന്ദ്രൻ. എങ്ങനെയാണ് ഹരിചന്ദ്രൻ എന്ന് എഴുതേണ്ടത്? ഹരിചന്ദ്രൻ. ഹരിചന്ദ്രൻ. ഹരിചന്ദ്രൻ എന്ന് ഇങ്ങനാണ് കൃത്യമായിട്ട് എഴുതേണ്ടത്. ഹരിചന്ദ്രൻ. അടുത്തൊരു വാക്കാണ് ശരത്ചന്ദ്രൻ. എഴുതണം. ശരത്ചന്ദ്രൻ. എങ്ങനെയാണ് ശരത്ചന്ദ്രൻ എന്ന് എഴുതേണ്ടത്? ശരത്ചന്ദ്രൻ. ശരത്ചന്ദ്രൻ. അപ്പം ഹരിചന്ദ്രൻ എന്ന വാക്കും ശരത്ചന്ദ്രൻ എന്ന വാക്കും കൂടെ തിരിഞ്ഞു പോവരുത്. ഹരിചന്ദ്രൻ എഴുതേണ്ടത് ഇങ്ങനെയും ശരത്ചന്ദ്രൻ എന്ന് എഴുതേണ്ടത് ഇങ്ങനെയുമാണ്. അപ്പോൾ നമ്മൾ പദശുദ്ധിയിൽ 10 വാക്കുകളാണ് കേട്ടെഴുത്തായിട്ട് പറഞ്ഞത്. ഇതിൽ എത്ര മാർക്ക്, 10ൽ എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ പദശുദ്ധിയിൽ നമ്മൾ ഇത്രയും വാക്കുകളാണ് പറഞ്ഞത്. ഒന്നുകൂടെ പറയാം. ലാഞ്ചന, അഭിവാഞ്ച, കുടിശിക, ചടുതി. ചടുതി എന്ന വാക്കിൻ്റെ അർത്ഥം പെട്ടെന്ന് എന്നാണ്. വിഡ്ഢിത്തം, അഷ്ടമുഷ്ടി, ആർഭാടം, ആഡംബരം, ഹരിചന്ദ്രൻ, ശരത്ചന്ദ്രൻ. അപ്പോൾ നമ്മൾ 6 ചോദ്യങ്ങളാണ് ഇതുവരെ നോക്കിയത്. 7ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ശീകരം എന്ന വാക്കിന്റെ സമാന പദം ഏത്? ശീകരം എന്ന വാക്കിന്റെ സമാന പദം അല്ലെങ്കിൽ പര്യായ പദം ചുവടെ തന്നിരിക്കുന്നതിൽ ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. താമര, ജലഗണം, നിലാവ്, മഞ്ഞ്. ഇതിലേതാണ് ശീകരം എന്ന വാക്കിന്റെ പര്യായ പദം അല്ലെങ്കിൽ സമാന പദമായിട്ട് വരുന്നത്? ഇതിലേതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ശീകരം എന്ന വാക്കിന്റെ അർത്ഥം ജലഗണം എന്നാണ്. ശീകരം എന്ന വാക്കിന്റെ അർത്ഥം ജലഗണം എന്നാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തേതാണ് താമര. താമരയുടെ അറിയാവുന്ന പര്യായ പദങ്ങൾ ഏതെല്ലാമാണ്? താമരയ്ക്ക് നമ്മൾ ഏതൊക്കെ പര്യായങ്ങൾ പഠിച്ചിട്ടുണ്ട്? ഒന്നാമത്തേതാണ് സാരസം. സാരസം. അടുത്തതാണ് പത്മം. സാരസം, പത്മം. അടുത്തതാണ് നളിനം. നളിനം. അടുത്തതാണ് രാജീവം. രാജീവം. അടുത്തതാണ് വാരിജം. വാരിജം. ഒരെണ്ണം കൂടെ അംബുജം. അംബുജം. അപ്പം താമരയുടെ പ്രധാനപ്പെട്ട പര്യായപദങ്ങൾ ഏതെല്ലാമാണ്? ഒന്നാമത്തേതാണ് സാരസം. അടുത്തതാണ് പത്മം. അടുത്തതാണ് നളിനം. അടുത്തതാണ് രാജീവം. അടുത്തത് വാരിജം, അംബുജം. നമ്മളിപ്പോൾ പറഞ്ഞതിൽ വാരിജം പറഞ്ഞല്ലേ? വാരിജം എന്നാൽ താമര എന്നാണ് അർത്ഥം. വാരിജം. വാരിജം എന്നാൽ താമര. എന്നാൽ വാരിതം എന്താണ്? വാരിതം. വാരിതം. വാരിതം എന്നാൽ മേഘം എന്നാണ് അർത്ഥം. മേഘം. വാരിതം എന്നാൽ മേഘം എന്നാണ് അർത്ഥം. എന്നാൽ വാരിധി എന്താണ്? വാരിധി.
വാരിധി എന്നാൽ സമുദ്രം എന്നാണ് അർത്ഥം, സമുദ്രം. അപ്പം വാരിജം എന്നാൽ താമര എന്നാണ് അർത്ഥം, വാരിതം എന്നാൽ മേഘം എന്നാണ് അർത്ഥം, വാരിധി എന്നാൽ സമുദ്രം എന്നാണ് അർത്ഥം. ഇത് മറക്കാതെ ഓർത്തു വെച്ചേക്കാം. അപ്പോൾ നമ്മൾ താമരയുടെ പര്യായ പദങ്ങളാണ് പറഞ്ഞത്. സാരസം, പത്മം, നളിനം, രാജീവം, വാരിജം, അംബുജം. അടുത്തത് നിലാവ്. നിലാവിൻ്റെ പര്യായ പദങ്ങൾ ഏതെല്ലാമാണ് നമുക്കറിയാവുന്നത്? ഒന്നാമത്തതാണ് കൗമുദി, കൗമുദി. അടുത്തതാണ് ചന്ദ്രിക, കൗമുദി, ചന്ദ്രിക. അടുത്തതാണ് ജ്യോത്സ്ന, ജ്യോത്സ്ന. ഇവയാണ് നിലാവിൻ്റെ പ്രധാനപ്പെട്ട പര്യായ പദങ്ങൾ. ഏതെല്ലാമാണ്? കൗമുദി, ചന്ദ്രിക, ജ്യോത്സ്ന. അടുത്തതാണ് മഞ്ഞ്. മഞ്ഞിൻ്റെ പ്രധാനപ്പെട്ട പര്യായ പദങ്ങൾ ഏതെല്ലാമാണ് നിങ്ങൾക്ക് അറിയാവുന്നത്? ഏതൊക്കെ എഴുതാം നമുക്ക്? ഒന്നാമത്തതാണ് ഹിമം. ഹിമം എന്നാൽ മഞ്ഞ് എന്നാണ് അർത്ഥം, ഹിമം. അടുത്തത് നീഹാരം, ഹിമം, നീഹാരം. തുഷാരം, തുഹിനം, പ്രാലേയം, പ്രാലേയം. ഇവയെല്ലാം മഞ്ഞിൻ്റെ പര്യായ പദങ്ങളാണ്. ഹിമം, നീഹാരം, തുഷാരം, തുഹിനം, പ്രാലേയം. ഇതെല്ലാം മഞ്ഞിൻ്റെ പര്യായ പദങ്ങളാണ്. നമുക്കിനി ഓപ്ഷനിൽ ഉത്തരമായിട്ട് വന്നത് ഏതാണ്? ജലഗണമല്ലായിരുന്നോ? അപ്പോൾ നമുക്ക് ജലത്തിൻ്റെയും കൂടെ പര്യായ പദങ്ങൾ നോക്കാം. ജലത്തിൻ്റെ പ്രധാനപ്പെട്ട പര്യായ പദങ്ങളാണ് ഒന്ന് സലിലം, സലിലം. അപ്പ്, തോയം, നീര്, അമ്പു, അമ്പു, ഉദകം, വാരി. ഇതെല്ലാം ജലത്തിൻ്റെ പര്യായ പദങ്ങളാണ്, ജലം. അപ്പം ജലത്തിൻ്റെ പര്യായ പദങ്ങൾ ഏതെല്ലാമാണ്? സലിലം, അപ്പ്, തോയം, നീര്, അമ്പു, ഉദകം, വാരി. ഇതെല്ലാം ജലത്തിൻ്റെ പര്യായ പദങ്ങളാണ്. അടുത്തൊരു വാക്കാണ് ഉപദാനം. ഉപദാനം. ഉപദാനം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉപദാനം എന്ന വാക്കിൻ്റെ അർത്ഥമാണ് വിഷം അല്ലെങ്കിൽ തലയണ, വിഷം അല്ലെങ്കിൽ തലയണ. വിഷം, തലയണ എന്നീ അർത്ഥങ്ങൾ വരുന്ന വാക്കാണ് ഉപദാനം. അടുത്തതാണ് കച്ചം, അതുപോലെ കൂലം. കച്ചം, കൂലം. അർത്ഥം തീരം എന്നാണ്, തീരം. കച്ചം, കൂലം എന്നീ വാക്കുകളുടെ അർത്ഥം തീരം എന്നാണ്. അടുത്തതാണ് അഖം, അഖം. അതുപോലെ കൽമഷം, അഖം, കൽമഷം. ഇതിൻ്റെ രണ്ടിൻ്റെ അർത്ഥം എന്താണ്? അർത്ഥം വരുന്നത് പാപം എന്നാണ്, പാപം. അഖം, കൽമഷം. അർത്ഥം പാപം എന്നാണ്. അടുത്തതാണ് പ്രവാളം, വിദ്രുമം. പ്രവാളം, അതുപോലെ വിദ്രുമം. പ്രവാളം, വിദ്രുമം. അർത്ഥം വരുന്നത് പവിഴം എന്നാണ്, പവിഴം, പവിഴം. അപ്പോൾ നമ്മൾ കുറച്ച് പര്യായ പദങ്ങളാണ് നോക്കിയത്. ഉപദാനം എന്ന വാക്കിൻ്റെ അർത്ഥം വിഷം അല്ലെങ്കിൽ തലയണ എന്നാണ്. കച്ചം, കൂലം. അർത്ഥം തീരം എന്നാണ്. കുലം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കുലം. കുലം എന്നാൽ വംശം എന്നാണ് അർത്ഥം. കുലം എന്നാൽ വംശം എന്നാണ് അർത്ഥം. എന്നാൽ കൂലം എന്നാൽ തീരം എന്നാണ് അർത്ഥം. ഇത് രണ്ടും ഓർത്തു വെച്ചേക്കാം. കുലം എന്നാൽ വംശം, കൂലം എന്നാൽ തീരം എന്നാണ് അർത്ഥം. അപ്പം കച്ചം, കൂലം എന്നീ വാക്കുകളുടെ അർത്ഥം തീരം എന്നാണ്. ഭാഗീരഥി കച്ചം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഭാഗീരഥിയുടെ തീരം എന്നാണ് അർത്ഥം. അടുത്തതാണ് അഖം, കൽമഷം. അഖം, കൽമഷം എന്നീ വാക്കുകളുടെ അർത്ഥം വരുന്നത് പാപം എന്നാണ്, പാപം. അടുത്തതാണ് പ്രവാളം, വിദ്രുമം. പ്രവാളം, അതുപോലെ വിദ്രുമം എന്നീ വാക്കിന്റെ അർത്ഥം വരുന്നത് പവിഴം എന്നാണ്, പവിഴം. അപ്പം എട്ടാമത്തെ ചോദ്യം നോക്കാം. ശരശയ്യ എന്ന പദം ആരുമായി ബന്ധപ്പെട്ടതാണ്? ശരശയ്യ എന്ന പദം ആരുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻസ്: അർജുനൻ, കർണൻ, ഭീഷ്മർ, ദുര്യോധനൻ.
ഇതിൽ ശരശയ്യ എന്ന പദം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ശരശയ്യ എന്ന പദം ഭീഷ്മരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്താണ് ഈ ശരശയ്യ എന്ന് പറയുന്നത്? അതായത് ഈ കൗരവ പാണ്ഡവ യുദ്ധം നടക്കുന്ന സമയത്ത് അർജുനന്റെ ശരമേറ്റ് ഭീഷ്മർ എന്ത് ചെയ്യും? വീഴും. അപ്പോൾ ഈ ഭീഷ്മർക്ക് കിട്ടിയിട്ടുള്ളൊരു വരമാണ് ഇച്ഛാമൃത്യു. ഇച്ഛാമൃത്യു എന്ന് പറയുന്ന വരം ആർക്ക് കിട്ടിയിട്ടുണ്ട്? ഭീഷ്മർക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണ് ഈ ഇച്ഛാമൃത്യു എന്ന് പറയുന്നത്? താൻ ആഗ്രഹിക്കുന്ന സമയത്ത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? താൻ മരണപ്പെടുകയുള്ളൂ എന്നൊരു വരം ഭീഷ്മർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ശരങ്ങൾ കൊണ്ട് ഒരു ശയ്യ നിർമ്മിക്കുന്നു. ആർക്ക് വേണ്ടിയിട്ട്? ഭീഷ്മർക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചു കൊടുക്കുന്നു. അപ്പം അതാണ് ശരശയ്യ എന്ന് പറയുന്നത്. അപ്പം ശരശയ്യ എന്ന പദം ഭീഷ്മരുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഓർക്കുക. അപ്പം 9ാമത്തെ ചോദ്യം നോക്കാം. ശ്യേനം ശശാദനം എന്നിവ എന്തിൻ്റെ പര്യായ പദങ്ങളാണ്? ശ്യേനം ശശാദനം എന്നിവ എന്തിൻ്റെ പര്യായങ്ങളാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻസ്: നായ, പരുന്ത്, കടൽ, കരടി. ഇതിൽ ഏതിൻ്റെ പര്യായമാണ് ശ്യേനം അതുപോലെ തന്നെ ശശാദനം എന്ന് പറയുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. പരുന്തിൻ്റെ പര്യായ പദങ്ങളാണ് ശ്യേനം, ശശാദനം. പരുന്തിൻ്റെ പര്യായങ്ങൾ ഏതെല്ലാമാണ്? ഒന്ന് ശ്യേനം, അതുപോലെ ശശാദനം, പത്രി. ഇത് മൂന്നും പരുന്തിൻ്റെ പര്യായ പദങ്ങളാണെന്ന് ഓർക്കുക. ശ്യേനം, ശശാദനം, പത്രി. ഇത് മൂന്നും പരുന്തിൻ്റെ പര്യായ പദങ്ങളാണ്. എന്നാൽ നായയുടെ പര്യായങ്ങൾ ഏതെല്ലാമാണ്? ഒന്നാമത്തേതാണ് ശ്വാവ്. ശ്വാവ്, ശ്വാനൻ, അതുപോലെ ശുനകൻ, ശുനകൻ, അതുപോലെ സാരമേയം. ഇതെല്ലാം നായയുടെ പര്യായ പദങ്ങളാണ്. ഏതെല്ലാമാണ്? ശ്വാവ്, ശ്വാനൻ, ശുനകൻ, അതുപോലെ സാരമേയം. അടുത്തതാണ് കരടി. കരടിയുടെ പര്യായങ്ങൾ ഏതെല്ലാമാണ്? ആദ്യത്തേതാണ് ഋക്ഷം. ഋക്ഷം, അതുപോലെ അച്ഛം, ഭല്ലൂകം. ഭല്ലൂകം. ഇതെല്ലാം കരടിയുടെ പര്യായ പദങ്ങളാണ്. ഋക്ഷം, അച്ഛം, അതുപോലെ ഭല്ലൂകം. ഇതെല്ലാം കരടിയുടെ പര്യായ പദങ്ങളാണ്. അടുത്ത ഒരെണ്ണമാണ് ഉഷ്ട്രം. ഉഷ്ട്രം, അതുപോലെ മഹാംഗം. മഹാംഗം. ഇവ എന്തിൻ്റെ പര്യായങ്ങളാണ്? ഉഷ്ട്രം, അതുപോലെ മഹാംഗം. ഇത് ഒട്ടകത്തിൻ്റെ പര്യായ പദങ്ങളാണ്. ഒട്ടകം. അപ്പം ഒട്ടകത്തിൻ്റെ പര്യായ പദങ്ങളാണ് ഉഷ്ട്രം, അതുപോലെ മഹാംഗം. അടുത്തതാണ് ഹയം. ഹയം, സൈന്ധവം. ഹയം, സൈന്ധവം, ഘോടകം. ഘോടകം, വാജി, തുരകം, അതുപോലെ പീതി. അതുപോലെ കീകടം. കീകടമുണ്ട്. കീകടം. ഇവയെല്ലാം എന്തിൻ്റെ പര്യായങ്ങളാണ്? ഹയം, കീകടം, സൈന്ധവം, ഘോടകം, വാജി, തുരകം, പീതി. ഇതെല്ലാം കുതിരയുടെ പര്യായ പദങ്ങളാണ്. കുതിര. അപ്പം കുതിരയുടെ പര്യായ പദങ്ങളാണ് ഹയം, കീകടം, സൈന്ധവം, ഘോടകം, വാജി, തുരകം, പീതി എന്നിവ. അപ്പം ശ്വേനം, ശശാദനം എന്നിവ പരുന്തിൻ്റെ പര്യായങ്ങളാണ്. പരുന്തിൻ്റെ മറ്റൊരു പര്യായ പദമാണ് പത്രി. അതുപോലെ ശ്വാവ്, ശ്വാനൻ, ശുനകൻ, സാരമേയം എന്നിവ നായയുടെ പര്യായ പദങ്ങളാണ്. ഋക്ഷം, അച്ഛം, ഭല്ലൂകം എന്നിവ കരടിയുടെ പര്യായ പദങ്ങളാണ്. ഉഷ്ട്രം, മഹാംഗം എന്നിവ ഒട്ടകത്തിൻ്റെ പര്യായ പദങ്ങളാണ്. അതുപോലെ ഹയം, കീകടം, സൈന്ധവം, ഘോടകം, വാജി, തുരകം, പീതി ഇവയെല്ലാം കുതിരയുടെ പര്യായ പദങ്ങളാണ്. 10ാമത്തെ ചോദ്യം നോക്കാം. കടലാഴം എഴുതുമ്പോൾ എന്ന പഠന ഗ്രന്ഥം ഏത് നോവലിനെ ആസ്പദമാക്കി ഉള്ളതാണ്? കടലാഴം എഴുതുമ്പോൾ എന്ന പഠന ഗ്രന്ഥം ഏത് നോവലിനെ ആസ്പദമാക്കി ഉള്ളതാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻസ്: ചെമ്മീൻ, ചുവന്ന കടൽ, പുള്ളിയൻ, മരക്കാപ്പിലെ തെയ്യങ്ങൾ. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? കടലാഴം എഴുതുമ്പോൾ എന്ന പഠന ഗ്രന്ഥം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. കടലാഴം എഴുതുമ്പോൾ എന്ന പഠന ഗ്രന്ഥം പുള്ളിയൻ എന്ന നോവലിനെ ആസ്പദമാക്കി ഉള്ളതാണ്. പുള്ളിയൻ എന്ന നോവൽ.
പുള്ളിയൻ എന്ന നോവൽ എഴുതിയത് ആരാണ്? അത് സോമൻ കടലൂരാണ്. സോമൻ കടലൂർ. സോമൻ കടലൂർ എഴുതിയ നോവലാണ് പുള്ളിയൻ. ഈ പുള്ളിയൻ എന്ന നോവലിനെ ആസ്പദമാക്കിയുള്ള പഠന ഗ്രന്ഥമാണ് കടലാഴം എഴുതുമ്പോൾ. ഓപ്ഷൻസും കൂടെ നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് ചെമ്മീൻ. ചെമ്മീൻ ആരുടെ കൃതിയാണ്? തകഴിയുടെ കൃതിയാണ് ചെമ്മീൻ. ഇപ്പം ചെമ്മീൻ എന്ന കൃതി എഴുതിയത് തകഴിയാണ്. നമുക്കറിയാം കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് തകഴിയാണ്. ഓർമ്മയുടെ തീരങ്ങളിൽ എന്ന ആത്മകഥ ആരുടേതാണ്? തകഴി ശിവശങ്കര പിള്ളയുടേതാണ്. അപ്പം കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കര പിള്ളയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഓർമ്മയുടെ തീരങ്ങളിൽ. അടുത്തതാണ് ചുവന്ന കടൽ. ചുവന്ന കടൽ എഴുതിയത് ആരാണ്? അത് തിക്കോടിയനാണ്. തിക്കോടിയൻ എന്നത് തൂലികാനാമമാണ്. യഥാർത്ഥ നാമം പി കുഞ്ഞനന്ദൻ നായർ. അപ്പം തിക്കോടിയൻ എന്നത് തൂലികാനാമമാണ്. യഥാർത്ഥ പേര് പി കുഞ്ഞനന്ദൻ നായർ എന്നതാണ്. അടുത്തത് പറഞ്ഞു പുള്ളിയൻ എന്ന നോവൽ എഴുതിയത് സോമൻ കടലൂരാണ്. അടുത്തതാണ് മരക്കാപ്പിലെ തെയ്യങ്ങൾ. മരക്കാപ്പിലെ തെയ്യങ്ങൾ എന്ന കൃതി രചിച്ചത് അംബികാസുധൻ മങ്ങാടാണ്. അംബികാസുധൻ മങ്ങാട്. എൻഡോസൾഫാൻ ദുരന്തവുമായി ബന്ധപ്പെട്ട് അംബികാസുധൻ മങ്ങാട് എഴുതിയ കൃതി ഏതാണ്? എൻഡോസൾഫാൻ ദുരന്തവുമായി ബന്ധപ്പെട്ട് അംബികാസുധൻ മങ്ങാട് എഴുതിയ കൃതിയാണ് എൻ മകജയ്. അപ്പം എൻഡോസൾഫാൻ ദുരന്തവുമായി ബന്ധപ്പെട്ട് അംബികാസുധൻ മങ്ങാട് എഴുതിയ കൃതിയാണ് എൻ മകജയ്. എന്നാൽ എൻഡോസൾഫാൻ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ലീലാകുമാരി അമ്മയാണ്. എൻഡോസൾഫാൻ സമര നായിക എന്നറിയപ്പെടുന്നത് ലീലാകുമാരി അമ്മ. എൻഡോസൾഫാൻ ദുരന്ത ബാധിതർക്കുള്ള കേരള സർക്കാരിന്റെ ധനസഹായ പദ്ധതി ഏതാണ്? അതാണ് സ്നേഹസാന്ത്വനം. അപ്പം എൻഡോസൾഫാൻ ദുരന്തവുമായി ബന്ധപ്പെട്ട് അംബികാസുധൻ മങ്ങാട് എഴുതിയ കൃതിയാണ് എൻ മകജയ്. എന്നാൽ എൻഡോസൾഫാൻ സമര നായിക എന്നറിയപ്പെടുന്നത് ലീലാകുമാരി അമ്മയാണ്. എൻഡോസൾഫാൻ ദുരന്ത ബാധിതർക്കുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. അതുപോലെ തന്നെ അംബികാസുധൻ മങ്ങാടിന് 2022 ഓടക്കുഴൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. 2022 ഓടക്കുഴൽ അവാർഡ് കിട്ടിയത് അംബികാസുധൻ മങ്ങാടിന്റെ പ്രാണവായു എന്ന കൃതിക്കാണ്. പ്രാണവായു എന്ന കൃതിക്കാണ്. അപ്പം 2022 ഓടക്കുഴൽ അവാർഡ് കിട്ടിയത് ആർക്കാണ്? അംബികാസുധൻ മങ്ങാട്. കൃതി പ്രാണവായു. എന്നാൽ 2023 ഓടക്കുഴൽ അവാർഡ് കിട്ടിയത് ആർക്കാണ്? ഓടക്കുഴൽ അവാർഡിനെ കുറിച്ചാണ് പറയുന്നത്. അംബികാസുധൻ മങ്ങാടിന് ഓടക്കുഴൽ അവാർഡ് കിട്ടിയ വർഷമാണ് 2022. കൃതി പ്രാണവായു. എന്നാൽ 2023 ഓടക്കുഴൽ അവാർഡ് കിട്ടിയത് ആർക്കാണ്? അത് PN ഗോപികൃഷ്ണനാണ്. കൃതി കവിത മാംസഭോജിയാണ്. കവിത മാംസഭോജിയാണ് എന്ന കൃതിക്കാണ് ഓടക്കുഴൽ അവാർഡ് കിട്ടിയത്. എന്നാൽ 2024 ഓടക്കുഴൽ അവാർഡ് ജേതാവ് ആരാണ്? 2024 കെ അരവിന്ദാക്ഷൻ. അദ്ദേഹത്തിന്റെ ഗോപ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പൊ 2022 ഓടക്കുഴൽ അവാർഡ് കിട്ടിയത് അംബികാസുധൻ മങ്ങാട്. കൃതി പ്രാണവായു. 2023 PN ഗോപികൃഷ്ണൻ. കൃതി കവിത മാംസഭോജിയാണ്. 2024 കെ അരവിന്ദാക്ഷൻ. കൃതി ഗോപ. എന്നാൽ 2025 ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഓടക്കുഴൽ അവാർഡ് കിട്ടിയത് ആർക്കാണ്? അത്
EP രാജഗോപാലനാണ്. EP രാജഗോപാലൻ. അദ്ദേഹത്തിൻ്റെ ഉൾക്കഥ എന്ന വിമർശന ഗ്രന്ഥം, ഉൾക്കഥ എന്ന് പറയുന്നത് എന്താണ്? വിമർശന ഗ്രന്ഥമാണ്. അപ്പം ഉൾക്കഥ എന്ന വിമർശന ഗ്രന്ഥത്തിനാണ് 2025 EP രാജഗോപാലന് ഓടക്കുഴൽ അവാർഡ് കിട്ടിയത്. നമ്മൾ 2022 തൊട്ട് 25 വരെയുള്ള ഓടക്കുഴൽ അവാർഡ് ജേതാക്കളെയാണ് പറഞ്ഞത്. എന്നാൽ ആദ്യമായി ഓടക്കുഴൽ അവാർഡ് കിട്ടിയത് ആർക്കാണ്? ഓടക്കുഴൽ അവാർഡ് ആദ്യം ഫസ്റ്റ് കിട്ടിയത് ആർക്കാണ്? അത് 1969 കുളം ഗോപാലക്കുറുപ്പ്. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. അദ്ദേഹത്തിൻ്റെ തുളസീദാസ രാമായണം എന്ന കൃതിക്കാണ് പുരസ്കാരം കിട്ടിയത്. അപ്പം ആദ്യത്തെ ഓടക്കുഴൽ അവാർഡ് ജേതാവാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. വർഷം 1969. അദ്ദേഹത്തിന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ച കൃതിയാണ് തുളസീദാസ രാമായണം. അപ്പം ചോദ്യം ഏതായിരുന്നു? കടലാഴം എഴുതുമ്പോൾ എന്ന പഠന ഗ്രന്ഥം ഏത് നോവലിനെ ആസ്പദമാക്കിയുള്ളതാണ്? ഉത്തരം പുള്ളിയൻ. പുള്ളിയൻ എന്ന നോവൽ എഴുതിയത് സോമൻ കടലൂരാണ്. ചെമ്മീൻ കൃതി എഴുതിയത് തകഴി ശിവശങ്കരപിള്ള. ചുവന്ന കടൽ എന്ന കൃതി രചിച്ചത് തിക്കോടിയൻ. യഥാർത്ഥ നാമം P. കുഞ്ഞനന്ദൻ നായർ. എന്നാൽ മരക്കാപ്പിലെ തെയ്യങ്ങൾ എന്ന കൃതി എഴുതിയത് അംബികാസുധൻ മങ്ങാട്. എൻഡോസൾഫാൻ സമരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എൻഡോസൾഫാൻ ദുരന്തവുമായി ബന്ധപ്പെട്ട് അംബികാസുധൻ മങ്ങാട് എഴുതിയ കൃതിയാണ് എൻ മകജയ്. എൻഡോസൾഫാൻ സമര നായിക എന്നറിയപ്പെടുന്നത് ലീലാകുമാരി അമ്മയാണ്. എൻഡോസൾഫാൻ ദുരന്ത ബാധിതർക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. അപ്പോൾ അംബികാസുധൻ മങ്ങാട് പറഞ്ഞപ്പോഴാണ് അംബികാസുധൻ മങ്ങാടിന് 2022 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കൃതി പ്രാണവായു. 2023 ലഭിച്ചത് PN ഗോപികൃഷ്ണൻ. കവിത മാംസഭോജിയാണ്. 2024 K അരവിന്ദാക്ഷൻ. കൃതി ഗോപ. 2025 ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയത് EP രാജഗോപാലൻ. കൃതി ഉൾക്കഥ എന്ന വിമർശന ഗ്രന്ഥം. ഓടക്കുഴൽ അവാർഡ് ആദ്യമായിട്ട് ഏർപ്പെടുത്തിയത് 1969 ആദ്യ ജേതാവ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. കൃതി തുളസീദാസ രാമായണം. അപ്പം കാറ്റഗറി നമ്പർ 3/2026 10 മലയാളം ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത്. ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് എഴുതണം. അടുത്തൊരു എക്സാമിൻ്റെ 10 ചോദ്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.